വിജയപാതയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കോൺഫിഡൻസ് ഉയർത്താനുള്ള ചില ടെക്നിക്കുകളാണ്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടാറുണ്ട്. കോൺഫിഡൻസ് എങ്ങനെ ഉയർത്തിയെടുക്കാം? 5 ടെക്നിക്കുകളാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, നമ്പർ 1, പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ട് സംസാരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിലൂടെ ഐ ക്യാൻ എന്നുള്ള വാക്ക്, എനിക്കതിന് കഴിയും, ഞാനത് ചെയ്യും, ഞാനത് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ പലവർത്തി ആവർത്തിക്കുക. അങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നു. ഈ ടെക്നിക്ക് ജീവിതത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച ആളാണ് ബോക്സർ മുഹമ്മദ് അലി. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ് എന്നുള്ള വാക്ക്. അതിലൂടെ നമുക്ക് കോൺഫിഡൻസ് ഉയർത്തിയെടുക്കാം. രണ്ടാമത്തെ ടെക്നിക്, എലിമിനേറ്റ് നെഗറ്റീവ് പീപ്പിൾ ഇൻ ദ ലൈഫ്. നെഗറ്റീവ് പീപ്പിളുകളെ നിങ്ങൾ മാറ്റി നിർത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആളുകളുമായിട്ട് പങ്കുവെക്കരുത്. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇല്ലായ്മ ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ് അവർ ലോ ആക്കി കളയും. അതുകൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുന്നവരോട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കുക. മറ്റുള്ളവരിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുക. ഇനി അവർ നിങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർ പറയുന്നത് നിങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തോട്ട് വിടുക. അവർ നിങ്ങളോട് നെഗറ്റീവായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഒന്നും കൂടി ഉഷാറിൽ, ഒന്നും കൂടി പവറിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ 2 തവളകൾ ചാടിപ്പോയി ഒരു കുഴിയിൽ ചാടി. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 2 തവളകളും മേൽപോട്ട് ചാടാൻ തുടങ്ങി. ചാടി അവരുടെ ദേഹത്തിൽ നിന്ന് ബ്ലഡ് കുലിക്കാൻ തുടങ്ങി. കല്ലിൽ ഉരശി. ആ സമയത്ത് കുഴിയിലുണ്ടായിരുന്ന മറ്റു 4-5 തവളകൾ കൂടിയിട്ട് അവരോട് പറഞ്ഞു, നിർത്തൂ, നിങ്ങൾ ചാടിയിട്ട് ഒരു കാര്യവുമില്ല, ഞങ്ങൾ കുറെ ചാടി നോക്കിയതാണ്, തൽക്കാലം ചാടം നിർത്തൂ. നിങ്ങൾ ഇപ്പോൾ ചാടിയാൽ നിങ്ങൾ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയി നിങ്ങൾ ഇപ്പോൾ തന്നെ ചത്തുപോകും. ഇതിൽ കിടന്ന് നമുക്ക് ശാന്തമായിട്ട് സാവകാശം ചാവാം എന്ന് പറഞ്ഞു. ഒരു തവള ഉടനെ ചാട്ടം നിർത്തി. മറ്റേ തവള നിർത്താൻ തയ്യാറായില്ല. തവള വീണ്ടും ഉയരത്തിൽ ചാടാൻ ശ്രമിച്ചു. ചാടി കുഴിയുടെ മേൽഭാഗത്തിലൂടെ പോയിരുന്ന ഒരു വേരിൽ തവള ചാടിയിരുന്നു. ശേഷം അവിടെ നിന്നും ചാടി അത് പുറത്തോട്ട് ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ആളുകൾ പറയുന്നത് നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കരുത്. മൂന്നാമത്തെ ടെക്നിക്, ഡു സംതിങ് ഫോർ ഹെൽത്ത് എവരി സിംഗിൾ ഡേ. എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അത് എക്സർസൈസ് ആവട്ടെ, യോഗയാവട്ടെ, അല്ലെങ്കിൽ കുറച്ച് നടത്തമാവട്ടെ, അല്ലെങ്കിൽ കുറച്ച് പുഷപ്പ് എടുക്കുക, ഒരു 50 പുഷപ്പ്. അതുപോലെ എന്തുമാവട്ടെ, ഇന്നത് എന്നില്ല. അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ഡെവലപ്പ് യുവർ ബ്രെയിൻ. എങ്ങനെയാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്? നോളജ് കൊടുക്കുക. ബ്രെയിനിന് എപ്പോഴും നോളജ് കൊടുക്കുക, പുതിയ അറിവുകൾ. പുസ്തകം വായനയിലൂടെയാണ് അത് കൂടുതലായി കിട്ടുന്നത്. ചുരുങ്ങിയതൊരു മാസത്തിൽ 2 പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയർത്തും. അഞ്ചാമത്തെ ടെക്നിക്, ഹെൽപ്പ് സംബഡി എവരി ഡേ. എല്ലാ ദിവസവും ആരെങ്കിലും സഹായിക്കുക. കാശ് കൊണ്ടാവണമെന്നില്ല. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു അന്ധനായ ആൾ നിൽക്കുന്നു, റോഡ് കിടക്കാൻ സഹായിക്കുക. അല്ലെങ്കിൽ രോഗിയെ പോയി സന്ദർശിച്ച് അവർക്ക് ആശ്വാസവാക്കുകൾ നൽകുക. അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ദിവസവും നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഇതെല്ലാം നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ടുവരും.
കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഒരിക്കൽ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ് ചില ഷോർട്ടേജ് വരികയും അദ്ദേഹം ദിവസം ദിവസം ബിസിനസ് കുറഞ്ഞു വരികയും അദ്ദേഹം വളരെ ടെൻഷനായി എല്ലാ സമയത്തും അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഈ ബിസിനസ്സിനെ ഞാൻ കരകയറ്റുമെന്നാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും എപ്പോഴും അദ്ദേഹത്തിന് ചിന്തയായിരുന്നു. വളരെ തളർന്ന് ഒരു ദിവസം അദ്ദേഹം പാർക്കിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അതിലൂടെ ഒരാൾ, അത്യാവശ്യം സമ്പന്നന് തോന്നിക്കുന്ന ഒരാൾ കടന്നു വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ പ്രശ്നം? നീ വളരെ ടെൻഷനായിട്ടിരിക്കുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ബിസിനസ്മാനാണ്, എനിക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചു, ഞാൻ ദിവസവും ബിസിനസ് കുറഞ്ഞുകൊണ്ടുവരികയാണ്, അത് ഉയർത്താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഉടനെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെക്ക് എടുക്കുന്നു, അതിൽ കുറച്ച് എന്തോ എഴുതുന്നു, പിന്നെ കൊടുത്തിട്ട് പറയുന്നു, ഈ ചെക്ക് നീ കയ്യിൽ വെച്ചോ, ഇത് കുറച്ച് കാശാണ്, ഇത് ഉപയോഗിച്ച് നിന്റെ ബിസിനസ് നീ മെച്ചപ്പെടുത്ത്, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വരും, അപ്പോൾ നീ കാശ് തിരിച്ചു വന്നാൽ മതി എന്ന് പറയും. അത് പറഞ്ഞ് അദ്ദേഹം പോയി. ഇവൻ ചെക്ക് വാങ്ങിവെച്ച് ആ ചെക്കിലോട്ട് നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി. 5 crore rupees, 5 കോടി രൂപ. അതിന്റെ അടിയിലോട്ട് നോക്കുമ്പോൾ അതിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്നത് ഫോഡർ ജോയ്, ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം, ഒരു കോടീശ്വരനാണ്. അദ്ദേഹം ഇവിടെ കേട്ടിട്ടുണ്ട് ഫോഡർ ജോയ് എന്നുള്ള പേര്. ഏതായാലും അദ്ദേഹം ആ ചെക്ക് കൈപ്പറ്റി ആ ചെക്കുമായിട്ട് നേരെ ഓഫീസിലോട്ട് പോയി. ഓഫീസിന്റെ ലോക്കറിൽ അദ്ദേഹം അത് പൂട്ടിച്ചു. ആ സമയം മുതൽക്ക് അദ്ദേഹത്തിന് പുതിയൊരു കോൺഫിഡൻസ്, ഒരു എനർജി കയ്യിൽ വന്നു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ 5 കോടിയുടെ ബാക്കപ്പ് ഉണ്ട്. അദ്ദേഹം ബിസിനസ് കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കാശുകൾ സ്വരൂപിച്ച് അദ്ദേഹം ബിസിനസ് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരിക്കലും അദ്ദേഹം ആ കാശ് എടുക്കാൻ പോയില്ല. അദ്ദേഹം ചിന്തിച്ചു, പക്ഷേ ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രം എടുക്കാം ഈ കാശ്. കാരണം എപ്പോഴും ആരുടെയും കാശ് വാങ്ങാനും അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 5 കോടിയുടെ ചെക്കാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ് ദിവസം തോറും പച്ച പിടിച്ചു വന്നു. ബിസിനസ് 5-6 മാസമായപ്പോഴേക്കും ആദ്യത്തേതിലേക്കാളും ബെറ്ററായി. അങ്ങനെ ഒരു ദിവസം അവൻ പാർക്കിലൂടെ നടന്നപ്പോൾ അദ്ദേഹത്തിന് കാശ് കൊടുത്ത ആൾ അതിലൂടെ നടന്നു വരുന്നത് കണ്ട് ഇദ്ദേഹം ഓടിപ്പോയി കാലിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്ന ചെക്ക് ഞാൻ ഉപയോഗിച്ചില്ല, പക്ഷേ നിങ്ങളെ ചെക്ക് എനിക്ക് തന്ന ആത്മവിശ്വാസം കൊണ്ട് എന്റെ ബിസിനസ് ആദ്യത്തേതിലും ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങളുടെ ചെക്ക് അതുപോലെ എന്റെ ലോക്കറിൽ ഇരിക്കുന്നു, ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വണ്ടിയെടുത്ത് നേരെ ഓഫീസിലോട്ട് പോയി. ഓഫീസിൽ പോയി ചെക്കുമായി പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, അദ്ദേഹത്തിന് കാശ് കൊടുത്ത ആളെ 2 നേഴ്സുമാർ വന്നിട്ട് 2 കൈയും ബേക്കോട്ട് പിടിച്ചതിനെ കൊണ്ടുപോകുന്ന രംഗമാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത്? നേഴ്സുമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം ഈ കാണുന്ന മെന്റൽ ഹോസ്പിറ്റലിലെ പേഷ്യന്റാണ്. അദ്ദേഹം അവസരം കിട്ടുമ്പോഴൊക്കെ ഈ കോട്ടിട്ട് പുറത്തിറങ്ങി എല്ലാവർക്കും ഞാൻ ഫോഡർ ജോയി ആണെന്ന് പറഞ്ഞ് ചെക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവൻ ആലോചിച്ചത്, എനിക്ക് തന്ന ചെക്ക് വെറും ഒരു പേപ്പറായിരുന്നു. ഞാനതെങ്ങാനും ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവരത് വാങ്ങി വലിച്ചു കീറിക്കളയും. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. വെറും ഒരു പേപ്പർ കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട് അവൻ
അവന്റെ ബിസിനസ് ആദ്യത്തേലും ബെറ്റർ ആയിട്ട് ഉയർത്താൻ കഴിഞ്ഞു. അതാണ് കോൺഫിഡൻസ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. നമ്മുടെ പേടിയുള്ള കാര്യങ്ങളെ നമ്മൾ ധൈര്യമായി നേരിടാൻ ശ്രമിക്കുക. അതിലൂടെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തു ജീവിതത്തിൽ പകർത്തി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും കോൺഫിഡൻസ് കൂടിയിരിക്കും. ഓക്കെ.